ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഹരി. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് രവിശങ്കറാണ്. ഡബ്ലിനിലെ നാഷണൽ കോളേജ് ഓഫ് അയർലൻഡിൽ HR കോഴ്സ് പഠിക്കാൻ വേണ്ടിയാണ് രവിശങ്കർ ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് രവിശങ്കറിനോട് കോഴ്സിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. രവിശങ്കർ, നമസ്കാരം. എന്താണ് നമസ്കാരം. വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. ഓ, അപ്പോൾ പോണു. രവിശങ്കർ വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ ആ, അല്ലേ? 2.5 മാസമായി. 2.5 മാസം അയർലൻഡിൽ ഡബ്ലിനിലാണുള്ളത്. അപ്പോൾ കോർക്കില് നമ്മളെ വിനിച്ചേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ രവിശങ്കറിനെ പരിചയപ്പെട്ട് അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ എടുക്കുന്നതാണ്. അപ്പൊ നമ്മളെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, അറിയാലോ, നാട്ടിൽ ഒരുപാട് സ്റ്റുഡൻസ് അയർലൻഡിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ചാനലിൽ കയറി നോക്കിയാൽ മനസ്സിലാവും, നേഴ്സുമാർ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണ് ഏറ്റവും കൂടുതൽ വീഡിയോ കാണുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആണ് അവർ കൂടുതൽ കാണുന്നത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ അവർക്കറിയാൻ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ടാവും. ഇവിടുത്തെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് മൊത്തത്തിലുള്ള അറിയാലോ. അപ്പൊ നീ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, നമുക്ക് നാട്ടിൽ നിന്ന് സ്റ്റുഡൻസ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് യൂസ്ഫുൾ ആവണം. അതാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഹായ്, എൻ്റെ പേര് രവിശങ്കർ. ഞാൻ പാലക്കാടാണ് എൻ്റെ സ്ഥലം. ഈ കൊല്ലം ജാൻ ഇൻടേക്കിൽ വന്നതാ 2025. ഞാൻ NCI കോളേജിലാണ് പഠിക്കുന്നത്. MA HRM കോഴ്സിലാണ് പഠിക്കുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഞാൻ നാട്ടിൽ ചെയ്ത കോഴ്സ് വന്നിട്ട് BBA എടുത്തിട്ടുണ്ടായിരുന്നു, കോയമ്പത്തൂർ AJK കോളേജിൽ, ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെളിക്ക് പോകണം എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ അയർലൻഡ് കുഴപ്പമില്ലാത്തൊരു സ്ഥലം വരെ തോന്നി. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവിടെ ഒരു ഫാമിലി ഉണ്ട് അറിയണത്. അപ്പോൾ അവരെല്ലാവരും ഒരു ഇതിൽ അങ്ങനെ ഇങ്ങോട്ട് വന്ന് പെട്ടതാ. ഞാൻ പഠിക്കുന്ന കോഴ്സ് വന്നിട്ട് MA HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റാണ്. അപ്പോൾ അതിൽ നമ്മുടെ കമ്പനി HR-നെ കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം എങ്ങനെയാണ് മാനേജിങ് കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് അവർ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ കോഴ്സിൻ്റെ ഒരു ഉള്ളടക്കം. അപ്പൊ രവിശങ്കർ പഠിക്കുന്ന HR കോഴ്സാണ്. അതെ. അപ്പൊ HR എന്ത് കഴിഞ്ഞിട്ടാണ് നാട്ടിൽ നിന്ന് വന്നത്? ആക്ച്വലി ഞാൻ BBA, ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞു, വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അയർലൻഡ് എന്താ ചൂസ് ചെയ്യാനുള്ള കാരണം? അയർലൻഡ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ് ഒന്നാമത്. പിന്നെ UK-ലൊക്കെ ഭയങ്കര ക്രൗഡഡാ. നോക്കുമ്പോ കാനഡയിൽ ഇപ്പൊ ചെറിയ പ്രശ്നം ആയതുകൊണ്ട് ഇൻടേക്കും ഇല്ല. പിന്നെ ജർമ്മനി ആണെങ്കിൽ ജർമ്മൻ ഭാഷ പഠിക്കണം. ഇതാവുമ്പോ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാ, അതുകൊണ്ട്. അയർലൻഡിലേക്ക് വരാൻ നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അത് കാര്യം സഫലമായി വന്നു. 2.5 മാസമായല്ലേ വന്നിട്ട്? 2.5 മാസം. അയർലൻഡ് എങ്ങനെയുണ്ട് വന്നത്? അയർലൻഡ് കുഴപ്പമില്ല, തണുപ്പൊക്കെ ആയിട്ട് ഇപ്പൊ കുഴപ്പമില്ല. സമ്മർ ആവുന്നുണ്ട്. നമുക്കപ്പോ നാട്ടിൽ ഇരിക്കുന്ന കുറെ സ്റ്റുഡൻസിനൊക്കെ കുറെ ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് കാര്യം നമുക്ക് അറിയേണ്ടത്, അയർലൻഡിൽ നമ്മളിപ്പം HRM കോഴ്സ് അല്ലേ പറഞ്ഞത്? അപ്പൊ അത് വന്ന് പഠിച്ച് നമുക്ക് ജോബിന്റെ ഇതൊക്കെ എങ്ങനെയാണ്? നമുക്ക് ജോബ് കിട്ടും? ജോബിന്റെ പറഞ്ഞാൽ ഇതിപ്പോ കുറച്ച് പാട് തന്നെയാണ് കിട്ടാൻ. ശരിക്കും റിസ്ക് എടുത്ത് വന്നതാ. അതിപ്പോ എങ്ങനെ പറഞ്ഞാ നമ്മുടെ അവിടുത്തെ സർട്ടിഫിക്കറ്റ് വാല്യൂ നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഇതാ. പിന്നെ സ്റ്റേ ബാക്കും ഉണ്ട്. എന്റെ 1 ഇയർ കോഴ്സും 2 ഇയർ സ്റ്റേ ബാക്ക് ആണ്. അപ്പൊ അതിനുള്ളിൽ എന്തെങ്കിലും ഇവിടെ ആയി പറഞ്ഞാൽ അങ്ങനെ നിക്കാന്നുള്ളൊരു പ്ലാനാണ് ഇപ്പോ. അപ്പൊ നോക്കണ്ട്. അപ്പൊ HR കോഴ്സ് കഴിഞ്ഞ് ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാർ ആരെങ്കിലും അറിയോ മുന്നേ ഇല്ല, അറിയില്ല. HR-ന്റെ കോഴ്സ് നമ്മൾ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാ കേൾക്കുന്നത്. ഇങ്ങനെ HR-ന്റെ കോഴ്സ് പഠിക്കാൻ വേണ്ടി അയർലൻഡിൽ വന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. അപ്പൊ നമുക്ക് ഇനി അറിയേണ്ടത്, പ്രോസസിംഗ് ടൈം എത്ര നാളെടുത്തു? BBA കഴിഞ്ഞ് ഡയറക്റ്റിംഗ് വരുമായിരുന്നു? അതെ. എക്സ്പീരിയൻസ് ഒന്നുമില്ല എനിക്ക്. ഞാൻ ഡയറക്റ്റ് അത് കഴിഞ്ഞതും നേരെ പഠിക്കാൻ വേണ്ടി വന്നതാണ്. എത്ര നാളെടുത്തു പ്രോസസിംഗ് ടൈം? ഓഗസ്റ്റ് ആവുമ്പോ എന്റെ തുടങ്ങിയതാ. കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് ആവുമ്പോ, ഈ വർഷം കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് ആവുമ്പോ എന്റെ വിസ പ്രോസസിംഗിന്റെ കാര്യം തുടങ്ങിയതാ. തുടങ്ങിയിട്ട് എല്ലാം പേപ്പേഴ്സും കാര്യങ്ങളും ITR-ഉം കാര്യങ്ങളെല്ലാം വേണം. അതെല്ലാം ഫയൽ ചെയ്തിട്ട് എന്റെ വിസക്ക് ഞാൻ വെച്ചത് വന്നിട്ട് നവംബർ 1 കറക്റ്റ് നവംബർ 1 ഞാൻ വെച്ചത്. എന്നിട്ട് എന്റെ വിസ കിട്ടിയത് എനിക്ക് ഡിസംബർ 2nd വീക്ക് ആകുമ്പോഴാണ് കിട്ടിയത്. ഏകദേശം 1.5 മാസം, 35 വർക്കിംഗ് ഡേയ്സ് എന്നാ പറയുന്നത്. അതിന്റെ ഇടയിൽ കറക്റ്റായിട്ട് കിട്ടി എനിക്ക്. അത് കഴിഞ്ഞു ജാൻ 20th കോളേജ് തുടങ്ങുന്നത്. അപ്പൊ ഒരാഴ്ച മുന്നേ ജാൻ 14th ഞാൻ ഇവിടെ ഏജൻസി വഴി. സാന്റാ മോണിക്ക ഞാൻ വന്നത്. സാന്റാ മോണിക്ക കേട്ടിട്ടുണ്ട്. കൊച്ചിയിലാണെന്നല്ലേ? അതിന്റെ ബേസ് കൊച്ചിയിലാണ്. എല്ലാ ബ്രാഞ്ചും ഉണ്ട് എല്ലാവിടെയും. അപ്പൊ ഇത് നമുക്ക് ഈ ഏജൻസി ത്രൂ നമ്മൾ ചെയ്തപ്പോ ടോട്ടൽ നമുക്ക് എത്രയായി എക്സ്പെൻസ്? കോഴ്സ് വന്നിട്ട് ഇതിപ്പോ സെപ്റ്റംബർ ഇൻടേക്കിന് കയറുകയാണെങ്കിൽ കോഴ്സിന്റെ ഫീ വന്നിട്ട് 14,000 യൂറോസ്. അതെ. ഇതേതിപ്പോ ജാൻ കോഴ്സിന് വന്നിട്ട് ജാൻ ഇൻടേക്കിന് കയറുമ്പോൾ 17,000 യൂറോസ്. അത് അത്രയും കൂടുതൽ വരുന്നു. അത് എങ്ങനെയാ ചോദിച്ചാൽ അത് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല. അത് എങ്ങനെയാണ് വരുന്നത്? ഏജൻസി പറഞ്ഞല്ല, കോളേജിന്റെ ഫീസ് അത് തന്നെയാണ്. അതിൽ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും. നമ്മുടെ IELTS സ്കോറും കാര്യങ്ങളും എല്ലാം കൂടി നോക്കുമ്പോൾ സ്കോളർഷിപ്പ് കിട്ടും. അതെ, എനിക്ക് 5,000 സ്കോളർഷിപ്പ് കിട്ടി. 5,000 യൂറോസ്. അപ്പൊ എന്റെ 17 നേരെ 12 വന്നു. അത് കിട്ടും.
കിട്ടും. എനിക്ക് എല്ലാവർക്കും കിട്ടും അങ്ങനെ? എല്ലാവർക്കും കിട്ടും. എല്ലാവർക്കും കിട്ടും. മിനിമം 3000 എന്തായാലും കിട്ടും. കിട്ടും. ഷുവറാ. എനിക്ക് ആദ്യം 3000 കിട്ടിയത്. പിന്നെ കണ്ടീഷണൽ ലെറ്റർ കിട്ടുന്ന ചെറിയൊരു പ്രശ്നമായപ്പോ ഒന്നും കൂടി അപ്പീൽ ചെയ്തപ്പോ അത് 5000 ആയിട്ട് വന്നു. അപ്പൊ ടോട്ടലി 12,000 ആണ് ഫീ വരുന്നത്. അതെ. അപ്പൊ നമുക്ക് ബാക്കി ടോട്ടൽ എക്സ്പെൻസ്, ഏജൻസി ചാർജ്, ഏജൻസി ചാർജ് ഒന്നുമില്ല. അത് അവര് തന്നെയാണ്. അവര് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരും. അതിൽ ചെറിയ ചെറിയ എക്സ്പെൻസ്, മിസ്ലേനിയസ് എക്സ്പെൻസ് വരും. അത് നമ്മളൊന്ന് കൊടുത്താൽ മതി. ഇപ്പൊ വിസ പ്രോസസിന്റെ കാര്യങ്ങളും VFSന്റെ അതെ അതിന് കുറച്ച് പൈസ അങ്ങനെ കുറച്ച് പോകും. ടോട്ടൽ എല്ലാം കൂടെ ഒരു 15,000 ആവും അല്ലേ? ടോട്ടൽ വരും. പിന്നെ നമ്മള് കാര്യങ്ങള് 15-16 അടുത്ത് വരും. പിന്നെ നമ്മള് ബാങ്കിൽ വന്നിട്ട് വെക്കണം. ബാങ്കിൽ നമ്മള് കാണിക്കണം, ഡെപ്പോസിറ്റ് കാണിക്കണം. 1 ഇയറിന് 10 lakhs വെച്ച് കാട്ടണം. 1 ഇയർ 6 month മെച്യൂരിറ്റി വെച്ചിട്ട് 1 ഇയറിന് 10 lakhs കാട്ടണം. അങ്ങനെയാണ്. അപ്പൊ 2 കൊല്ലം കോഴ്സ് ആണെങ്കിൽ 20 കാട്ടണം, 1 ഇയർ കോഴ്സ് ആണെങ്കിൽ 10 കാട്ടണം. 20 lakhs നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇവിടെ വന്ന് വിഡ്രോ ചെയ്യാം. ആ ജസ്റ്റ് നമ്മൾ വരണവരെ ഒന്ന് കാട്ടിയാൽ ഇവിടുത്തെ കാർഡുകളൊക്കെ കിട്ടുന്നവരെ ജസ്റ്റ് ഒന്ന് ബാങ്കിൽ തന്നെ അത് ഉണ്ടാവണം. IRPM PPS എല്ലാം കിട്ടിയാൽ പിന്നെ നമുക്ക് എടുക്കാം, കുഴപ്പമില്ല. അങ്ങനെയാണ്. നാഷണൽ കോളേജ് ഓഫ് അയർലൻഡ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും കോളേജ് നോക്കിയിരുന്നോ നാട്ടിൽ നിന്ന്? ഞാൻ DBS നോക്കിയതാ, ഗ്രിഫിത്ത് നോക്കി. അങ്ങനെ ആദ്യം കോർക്കിക്കാൻ ഞാൻ നോക്കിയത്. എന്നിട്ടാണ് സെപ്റ്റംബറിന് എനിക്ക് കുറച്ച് ഫൈനാൻഷ്യൽ കാരണം സെറ്റ് ആയില്ല. പിന്നെ ഞാൻ ജാനിക്ക നോക്കിയത്. ജാനിക്ക് നോക്കിയപ്പോ കോഴ്സുകളും അത്ര കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പൊ സെപ്റ്റംബർ ആണല്ലോ മെയിൻ ടേക്ക്. അപ്പൊ അത് നോക്കിയപ്പോ പിന്നെ ജാനിറ്റേക്ക് നോക്കിയപ്പോ എനിക്ക് പിന്നെ കോഴ്സ് അവിടെ ഡബ്ലിനിലാണ് കിട്ടിയത്. NCL നോക്കി HRM കിട്ടി. അപ്പൊ അതിന് അപ്ലൈ ചെയ്തു. എടുക്കാനുള്ള പ്ലാൻ നേരത്തെ ഉണ്ടായിരുന്നു? HR ഞാൻ കോഴ്സ് എല്ലാ കോഴ്സും കൺസിഡർ ചെയ്യായിരുന്നു. അപ്പോ ഞാൻ പഠിച്ചൊരു ബേസിലും ഒരു ഇൻട്രസ്റ്റ് കാരണം ഞാൻ HRM എടുത്തതാ. അതെ. എങ്ങനെയുണ്ട് പഠിക്കാനൊക്കെ? പഠിക്കാൻ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം. മലയാളീസ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. കോളേജിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അക്കോമഡേഷന്റെ കാര്യമൊക്കെ എങ്ങനെയാണ്? അക്കോമഡേഷന്റെ കാര്യം ഞാനിപ്പോ നാട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ ഏജൻസി ത്രൂ തന്നെ നമുക്ക് ശരിയാക്കി തരും. ഇവിടെ ഒരു ഡീലർ ഉണ്ടായിരുന്നു. അപ്പൊ ആൾക്ക് കുറച്ച് അഡ്വാൻസ് ഇട്ട് കൊടുത്താൽ ആൾ അക്കോമഡേഷൻ സെറ്റ് ആക്കി തരും. ഇവിടെ സാന്റാ മോണിക്ക തന്നെയാണ്, അവരുടെ ആൾ തന്നെയുണ്ട്. അപ്പൊ അത് ത്രൂ ആണ് ഞാൻ എടുത്തത്. എനിക്ക് മന്ത്ലി 650 ആണ് വരുന്നത്, ഇൻക്ലൂഡിംഗ് ബിൽസാ. 650 euro ഇൻക്ലൂഡിംഗ് ബിൽസ്. അതെന്താ വീടാണോ? അപ്പാർട്ട്മെന്റ് ആണ്. ഒരു മലയാളി ഫാമിലി ഉണ്ട്. ഒരു റൂം ഇങ്ങനെ വാടകയ്ക്ക് കൊടുക്കും. അല്ല, എന്റെ ഒപ്പം ഒരു ഷെയറിംഗ് ഒരാൾ കൂടി ഉണ്ട്. അതെ, രണ്ടാളും. എല്ലാരും നോക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ അയർലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അക്കോമഡേഷൻ കുറച്ച് പ്രശ്നം, ഫുഡിന്റെ എങ്ങനെയാണ്, ബാക്കി കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് എല്ലാരും സെർച്ച് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ആയിട്ട് സെറ്റ്. സാന്റാ മോണിക്ക ഏജൻസി നമുക്ക് എങ്ങനെ ബന്ധപ്പെടാൻ പറ്റുന്നത്? ഇപ്പൊ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ ഏജൻസി ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മള് സാന്റാ മോണിക്ക ഏജൻസി അടിച്ചാൽ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ അതെ. അവരുടെ ബേസ് കൊച്ചിയിലാ, പക്ഷെ അവരുടെ ബ്രാഞ്ചസ് എല്ലാം അവിടെ ഉണ്ട്. ഏകദേശം എല്ലാം അവിടെ ഉണ്ട്. ഫ്രീ റിക്രൂട്ട്മെന്റ് ആയിരുന്നല്ലോ അപ്പൊ ഏജൻസി? അതെ, നമ്മൾ പോയി സംസാരിക്കുക, അവരെന്നെ കോളേജ് എത്തിച്ചു തരും, അവരെന്നെ അപ്ലൈ ചെയ്ത് തരും, എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്ത് തരും. വിസക്കുള്ള പ്രോസസ് അവരെന്നെ ചെയ്ത് തരും. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ +2 കഴിഞ്ഞിട്ട് ഡയറക്റ്റ് അയർലൻഡിലേക്ക് എന്തെങ്കിലും കോഴ്സ് പഠിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നവരുണ്ട്. +2 കഴിഞ്ഞാൽ UG കോഴ്സസ് ഇവിടെ എടുക്കാൻ പറ്റും. 3 ഇയർ കോഴ്സസ് ഒക്കെ ഉണ്ട്. അണ്ടർ ഗ്രാജുവേറ്റ് അത് കോഴ്സുകൾ കുറെ ഉണ്ട്, നമുക്ക് എടുക്കാൻ പറ്റും. അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ല. ഏജൻസിയായിട്ട് ചോദിച്ചാൽ അത് അവര് പറഞ്ഞ ശരിയാക്കി തരും. പിന്നെ ഉള്ള ഒരു കാര്യമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ്. നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ റെന്റ് കാര്യങ്ങൾ ബിൽസ് എല്ലാം കൊടുക്കണമല്ലോ. അപ്പൊ അതിനുള്ള എക്സ്പെൻസിന് പാർട്ട് ടൈം ജോബ്സ് വന്നിട്ട് ഇപ്പൊ കുറച്ച് ടൈറ്റാ. അപ്പൊ എനിക്കും കിട്ടിയിട്ടില്ല. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. എന്തൊക്കെ ജോലി സാധ്യതകളാണ് ആക്ച്വലി ഉള്ളത് ഡബ്ലിനിൽ? ഏകദേശം എല്ലാ കടയിലും റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കിട്ടാൻ കുറച്ച് പാടാ. നമ്മൾ അറിയുന്ന ആളുണ്ട് പറഞ്ഞാൽ റെഫർ ചെയ്ത് കയറാൻ പറ്റും. ആർക്കും കിട്ടിയിട്ടില്ല. കുറച്ച് ടൈറ്റ് ആണ് ഇപ്പൊ അവിടെ ജോലി കിട്ടാൻ. എല്ലാത്തിലും അപ്ലൈ ചെയ്യുന്നുണ്ട്, പോയി കയറുന്നുണ്ട്, പക്ഷെ ഒന്നും ശരിയായിട്ടില്ല. അതെ, കുറച്ച് ടൈറ്റ് ആണ് ഇപ്പൊ. ഏപ്രിൽ കഴിഞ്ഞ് ഒന്ന് ഇതാവും തോന്നുന്നു. ഒരു ഇൻടേക്കിന് വന്നവരുടെ ഏപ്രിൽ കഴിയുമ്പോ അതന്നെ കുറച്ച് ആൾക്കാരൊക്കെ നാട്ടിലേക്ക് പോകുമ്പോ നമുക്ക് വേക്കൻസി അങ്ങനെയാണ്. നമ്മള് ഇതിനു മുമ്പ് യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അനഘേര അനിത ഗ്രിഫിത്ത് കോളേജിൽ അവർ ഫാർമസി കോഴ്സ് പഠിക്കുകയാണ്. അപ്പൊ അതിൽ നമുക്ക് കുറെ കമന്റുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ അതില് കുറെ പേര് എനിക്കറിയുന്നതൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പൊ അനഘേര അനിത അവരൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോയിൽ എന്തെങ്കിലും കമന്റ് വരാണെങ്കിൽ, അറിയുന്നതാണെങ്കിൽ നീയും കൊടുത്തേക്കുക. അപ്പൊ നമുക്ക് അതിൽ കുറച്ച് കമന്റുകൾ വെച്ചാൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള വീഡിയോകൾ കണ്ട് ആരും കുഴിയിൽ ചാടരുത്, വളരെ ആലോചിച്ച് തീരുമാനം എടുക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്ട് ഇടങ്ങപ്പോ ചിലർ ഇടുന്നുണ്ട്. അതിലെന്താണെന്നൊക്കെ പറയാനുള്ളത്? ഇപ്പൊ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ആദ്യം കഷ്ടപ്പാട് തന്നെയാണ്. അതെ, ഒന്ന് സെറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷെ ആയി പറഞ്ഞാൽ നമുക്ക് ഒന്ന് ലൈഫ് ഒന്ന് പഠിക്കുകയും ചെയ്യാം, സിമ്പിൾ ആയിട്ട് കാര്യങ്ങളൊക്കെ ഇതാക്കുകയും ചെയ്യാം.
അങ്ങനെ കുഴി ചാടണ പോലെ ഒന്നല്ല. കുഴിച്ചാടുന്ന പോലെ ഒന്നുമല്ല. ഓരോരുത്തർക്കും ഓരോരോ ഇതല്ലേ, ഓക്കെ. ഓരോ ടൈപ്പിൽ അവര് ചിന്തിക്കണതൊക്കെ. പക്ഷെ അങ്ങനെ ഒന്നല്ല, നമ്മളൊന്ന് സ്ട്രഗിൾ ചെയ്യണം. സ്ട്രഗിൾ സ്ട്രഗിൾ റിയൽ ചെയ്യാൻ തന്നെയാണ്. ഓക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് അങ്ങനെയാണെങ്കിൽ വരാം. തീർച്ചയായും. അതെ, നമ്മളിപ്പോ ആ, ഒരു 15 ലക്ഷം വേണ്ടി വരും അല്ലേ അതെ നമുക്ക് വരും. നാട്ടിൽ നിന്ന് 15 ലക്ഷം മുടക്കി കഴിഞ്ഞാൽ ആ, നമുക്ക് അയർലൻഡിലെത്താം. അത് ഒരു മെച്യൂരിറ്റിയിൽ ബാങ്ക് അക്കൗണ്ടിലും കാട്ടണം. ഒരു 10 lakhs കാട്ടേണ്ടി വരും. 10 lakhs അതെ അതെ, അത് നമുക്ക് വന്നിട്ട് കാർഡുകളെല്ലാം കിട്ടി നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. തിരിച്ചെടുക്കാൻ അത്രേ ഉള്ളൂ. BBA കഴിഞ്ഞാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. അതെ, അപ്പൊ നമുക്ക് ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടി IELTS അങ്ങനെ അതെ, എന്തെങ്കിലും ഉണ്ടോ? IELTS ആണ് ഞാൻ IELTS എഴുതിയത്. ഉണ്ട്. ആ, IELTS ഡുവലിംഗോ എല്ലാം എഴുതാൻ പറ്റും. ഞാൻ Duolingo, IELTS എഴുതിയത്. IELTS എത്ര സ്കോർ അപ്പൊ ഉണ്ടായിരുന്നു? എനിക്ക് 7 ആണ് ഉള്ളത്. 7 ആണ്. 6.5 വേണം. 6.5 ആണ് നമുക്ക് മിനിമം വേണ്ടത്. അതാ എനിക്ക് 7 ഉണ്ടായിരുന്നു. 7 ഉണ്ട്. അതെ. ഓക്കെ, നമുക്കിപ്പം HRM കോഴ്സിനെ കുറിച്ച് ഞാൻ ചോദിക്കാം. HRM കോഴ്സ് ഇപ്പം എടുക്കാൻ വേണ്ടി നാട്ടിലൊരാൾ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അപ്പൊ അവർക്ക് പറയാൻ വേണ്ടി ഇപ്പൊ എന്തൊക്കെയാണ് നമ്മൾ തയ്യാറെടുപ്പ് ചെയ്യേണ്ടത്? ഇപ്പൊ ഒരാൾ BBA കോഴ്സ് കഴിഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കും നാട്ടിൽ. അപ്പൊ അവര് ഇങ്ങനെ ഇങ്ങോട്ട് അയർലൻഡിലേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടി എന്താണ് ഇപ്പൊ എന്തൊക്കെ നമ്മൾ ചെയ്യണം ഇങ്ങോട്ട് അയർലൻഡിലേക്ക് വരാൻ വേണ്ടി? കാര്യങ്ങൾ ഇതെങ്ങനെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ നോക്കുക, ഏജൻസി ത്രൂ നോക്കുക. അല്ലെങ്കിൽ സ്വയം ചെയ്യാൻ IELTS ആദ്യം എഴുതുക. IELTS വേണം. IELTS അത് 1 year എന്തോ അതിന്റെ ഇതുണ്ട്. 1 year വരെ നമുക്ക് ഇതാക്കാം. ഇപ്പൊ തന്നെ എഴുതി വെച്ചാൽ അടുത്ത കൊല്ലം വരികയാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയാണ്. അപ്പോ അത് എഴുതിയെടുക്കുക. കോഴ്സ് ആദ്യം സെലക്ട് ചെയ്യുക, കോളേജിലേക്ക് അപ്ലൈ ചെയ്യുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കോളേജ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിസ പ്രോസസ്സും കാര്യങ്ങളെല്ലാം റെഡിയാക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ ഇത് വലിയ ഡിലേ ഇല്ലാണ്ട് എന്റെ കറക്റ്റ് ടൈം 35 ദിവസം ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് വിസ കിട്ടി. കുറെ പേർക്ക് റിജക്ട് ആവലും ഉണ്ട്. പിന്നെ എന്റെ ഫ്രണ്ട്സിന് 2-3 ആൾക്കാർക്ക് ഇങ്ങനെ അടുത്ത വർഷത്തിലേക്ക് അതെ, ചിലപ്പോ ഭയങ്കര ഡിലേ ആയിട്ട് വരും, ചിലപ്പോ റിജക്ട് ആവാം. അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും. നമ്മൾ എത്ര ട്രൈ എന്ന് പറഞ്ഞാലും അതെ, ഭാഗ്യം കൂടെ വേണം അല്ലേ രവിശങ്കർ? അപ്പൊ ഈ കോളേജിൽ എങ്ങനെയാണ് സമയമൊക്കെ? ഇത് ക്ലാസിന്റെ ടൈം ടേബിൾ വരുന്നത് എനിക്കിപ്പോ വീക്ക്ലി 3 days ആയിരുന്നു ക്ലാസ്. വീക്ക്ലി 3 days ഉള്ളൂ. അതെ, അതെങ്ങനെ പറഞ്ഞാ തിങ്കൾ ബുധൻ വെള്ളി അങ്ങനെ ഓരോ ദിവസം ഇടവിട്ടിട്ടാണ്. അത് മാറും. ചിലപ്പോ തിങ്കളാഴ്ച വൈകുന്നേരം വരെ ഉണ്ടാവും. അപ്പൊ ആഴ്ചയിൽ 3 ദിവസം 3 ദിവസമായിരുന്നു എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നത്. ഇപ്പൊ വന്നിട്ട് എനിക്ക് വീക്ക്ലി 2 ഒക്കെ ഉള്ളൂ. ചിലപ്പോ ബുധൻ വെള്ളി തിങ്കൾ വ്യാഴം അങ്ങനെ ഓരോ ദിവസം മാറിയിട്ടാ. അതെ, അത് നമ്മള് അങ്ങനെ ഡിഫർ ആവും. അത് ഓരോ വട്ടം ഓരോ മാതിരിയൊക്കെ ആവും. എങ്ങനെയാ ടൈമിംഗ് ഒക്കെ കോളേജ് ടൈമിംഗ് വന്നിട്ട് 10 മണിക്ക് ക്ലാസ്, 10 to 1 ആണ്. രാവിലെ 10 മണിക്കാ. അത് ഓരോരുത്തർക്ക് ഓരോ കോഴ്സിനും ഓരോ പോലെയാ. ചിലപ്പോ ചിലവർക്ക് 9 o'clock ഇരിക്കും, ചിലവർക്ക് 10. എനിക്ക് 10 o'clock 10 to 1 ആണ് എനിക്ക്. പിന്നെ 1 hour ബ്രേക്ക്, പിന്നെ 2 to 5 അങ്ങനെയൊക്കെ ക്ലാസ്. ഇപ്പൊ ഡിസർട്ടേഷന്റെ ക്ലാസ് ഒക്കെ ആണെങ്കിൽ 2 to 6 വരെ വരും. അതൊക്കെ ഓരോ കോഴ്സിനും ഓരോ സബ്ജക്റ്റിനും അനുസരിച്ച് ഡിഫർ ചെയ്യും. മാക്സിമം 3 ദിവസമൊക്കെ പോയാൽ മതി ക്ലാസ്. എന്റെ കോഴ്സിന് അങ്ങനെയാ. ഇപ്പൊ അല്ലാത്ത കോഴ്സ് വേറെ ചില കോഴ്സിന് 5 days ഒക്കെ ഉണ്ടാവും ക്ലാസ്. ഓരോ കോഴ്സിനും ഓരോ രീതിയിലാണ്. അപ്പൊ ഇത് ബാക്കി 4 ദിവസങ്ങളിൽ ഫ്രീ എന്ന് പറയുമ്പോൾ ആ സമയങ്ങളിൽ എന്ത് ചെയ്യും? നമുക്ക് അതിന് വർക്ക് ചെയ്യാം. ഇപ്പൊ തൽക്കാലം അങ്ങനെ ചെയ്യുന്നത്. വർക്ക് നോക്കണം. സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണം. നാട്ടിലെ ഫുഡ് ഉണ്ടാക്കാൻ അറിയാമോ? അത് ഇവിടെ വന്ന് പഠിച്ചണം. അത്യാവശ്യം പഠിക്കണോ ചെയ്യണോ അങ്ങനെ. ഓക്കെ, അപ്പൊ പഠിച്ചു വരുന്നേ ഉള്ളൂ. അതെ, നാട്ടിൽ നിന്ന് ട്രൈ ചെയ്യണോ നാട്ടിലാ ചെറുതായിട്ട് അങ്ങനെ. അയർലൻഡിൽ വന്നിട്ട് മൊത്തത്തിൽ എങ്ങനെയാണ്? മൊത്തത്തില് കുഴപ്പമൊന്നുമില്ല. ഹാപ്പി തന്നെയാണ്. നമുക്ക് കുറെ ഫ്രണ്ട്സിനെ കിട്ടി. അങ്ങനെ ഉണ്ടായിരുന്നു. അതൊരു ആദ്യത്തെ 1-1.5 മാസം ഒന്ന് ക്ലൈമറ്റും വെതറും കാര്യങ്ങളൊക്കെ സെറ്റ് ആവാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനാ പിന്നെ വർക്കും കൂടി കിട്ടിയാ പിന്നെ കുഴപ്പമില്ല. നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കും. വേറൊന്നും നോക്കാൻ സമയമൊന്നും കിട്ടില്ല. ചിലപ്പോ വർക്കിന് പോവാ, വരിക, ക്ലാസ്സിന് പോവാ, പഠിക്കുക, എഴുതുക, അങ്ങനത്തെ ഒരു. എത്ര ആളെന്നാ പറഞ്ഞ കോഴ്സ്? എന്റെ 1 year കോഴ്സ്. 1 year കോഴ്സ്. അത് കഴിഞ്ഞ് 2 year സ്റ്റേ ബാക്ക്. എന്റെ കോഴ്സ് Jan to Jan ആണ്. 2025 Jan to 2026 Jan ആണ് എന്റെ കോഴ്സ്. എന്റെ ഗ്രാജുവേഷൻ വന്നിട്ട് സെപ്റ്റംബറിൽ ഉണ്ടാവും. അതെ, ഈ സെപ്റ്റംബർ കോഴ്സിന് ഇൻടേക്കിന് വരുന്നവരോടൊപ്പം ഗ്രാജുവേഷൻ. അത് രണ്ടുപേരും. അത് കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റേ ബാക്ക് കിട്ടുക. അല്ല, എല്ലാം ചേർത്തിട്ട് തന്നെയാ. 2 വർഷം മൊത്തം ടോട്ടൽ 3 years നമുക്ക് 3 years നമുക്ക് ഇവിടെ കിട്ടാം. 2 വർഷത്തിനുള്ളിൽ വർക്ക് പെർമിറ്റ് എവിടെയെങ്കിലും കണ്ടുപിടിക്കണം. അതന്നെ, അത് നോക്കണം. ഓക്കെ, അതാണ് ഒരു അടുത്ത ടാസ്ക് അല്ലേ? എന്തായാലും നല്ല ജോലികളൊക്കെ കിട്ടട്ടെ. ട്രൈ ചെയ്തോണ്ടിരിക്കുക. സ്ട്രഗ്ലിംഗ് ഒക്കെ ഉണ്ടാവും ലൈഫിൽ. അപ്പൊ പിന്നെ നമ്മൾ മാക്സിമം എത്രത്തോളം ട്രൈ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കണം. ഓക്കെ, പിന്നെ കുറെ പേരൊക്കെ നമ്മൾ നെഗറ്റീവ് ഒക്കെ പറയുന്നുണ്ട്. കുറെ പേര് പറയുന്നുണ്ട് ഇതൊന്നും കണ്ടിട്ട് മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ ചാടരുത്. അപ്പൊ താല്പര്യമുള്ളവര്
മാക്സിമം ട്രൈ ചെയ്യാം. അതെ അതെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം തീർച്ചയായിട്ടും. ലോണും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ അല്ലേ? ആ ലോണൊക്കെ ചെയ്യാം. അപ്പൊ രവിശങ്കറിന് ലോൺ ഉണ്ടായിരുന്നു? ഞാൻ ലോൺ തന്നെയാണ്. ലോൺ എടുത്തിട്ടാണ് അതെ അതെ, എത്ര എടുത്ത ബാങ്ക്? ഞാൻ 20 ലോൺ എടുത്തിരിക്കുന്നത്. 20 lakhs ലോൺ എടുത്തു. ഏത് ബാങ്കിൽ നിന്നായിരുന്നു? ഞാൻ ഇന്ത്യൻ ബാങ്ക് ആയിരുന്നു. ഇന്ത്യൻ ബാങ്ക്. അതെ. അപ്പൊ അവര് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അവര് സ്റ്റഡി എഡ്യൂക്കേഷൻ ലോണാണ്, കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ എടുക്കാൻ പറ്റും. എടുക്കാൻ പറ്റും, അതൊന്നും വിഷയമില്ല. ആ. അപ്പൊ നമ്മൾ ഏത് ബാങ്കിൽ പോയാലും കിട്ടും? അതെ, അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഇന്ത്യനാണ് എടുത്തിരിക്കുന്നത്. ഇന്ത്യൻ വേറെ ബാങ്കിൽ ബാങ്കിലും പോയപ്പോ ഉണ്ടാവും, എനിക്ക് correct ആയിട്ട് അറിയില്ല. ഡിലേ കാര്യങ്ങളുണ്ടായിരുന്നു ലോൺ എടുക്കാൻ വേണ്ടി? അത് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. അത് അപ്പൊ കറക്റ്റ് ആവാത്തോണ്ടാണ് ഞാൻ ജാനിറ്റേക്ക് വന്നത്. സെപ്റ്റംബറിലേക്ക് ലോണിന്റെ കുറച്ച് ഡിലേ ഉള്ളതുകൊണ്ടാണ് താമസിച്ചത്. അതെ അതെ. നാട്ടിലെവിടെയെന്ന് പറഞ്ഞാൽ പാലക്കാട്. പാലക്കാട്. പാലക്കാട് എവിടെയാണ്? പാലക്കാട് നമ്മുടെ ടൗണിൽ തന്നെ, പ്രായിരി പറയും. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ, അമ്മമ്മ, മുത്തശ്ശൻ, അങ്ങനെ എല്ലാവരും ഉണ്ട്. കൂട്ടുകുടുംബമാണ്. അതെ. അനിയൻ എന്താ ചെയ്യുന്നത്? അനിയൻ ഇപ്പോ 9th-ക്ക് കുഞ്ഞനിയനാണ്. കുഞ്ഞനിയനാ. അപ്പൊ അവരെല്ലാരും ഹാപ്പിയാണ്? ഓ ഹാപ്പിയാണ്. കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ രവിശങ്കർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ടൊക്കെ ചോദിക്കുക. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. കാരണം ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നേഴ്സുമാരായാലും സ്റ്റുഡൻസ് ആയാലും ഓരോ ഡൗട്ടുകൾ ചോദിച്ചു. അപ്പൊ എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ആൾക്കാരെ കാണുമ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. കാരണം ആർക്കെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ചു നേരം എൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്ത രവിശങ്കറിന് ഒരുപാട് നന്ദി. ഓക്കെ, അപ്പൊ ശരി, എല്ലാം പറഞ്ഞാലോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.